Hello all, welcome to Concepts. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കി ഭാഗമാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യമേ തന്നെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ലാബ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. ഇന്റേണൽ ബാരിയർ വോൾട്ടേജ് ഫോർ സിലിക്കോൺ ഈസ്. സിലിക്കോണിൻ്റെ ഇന്റേണൽ ബാരിയർ വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഈസ് 0.7 വോൾട്ട്, ഓപ്ഷൻ ബി 0.3 വോൾട്ട്, ഓപ്ഷൻ സി 0.2 വോൾട്ട് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് 0.07 വോൾട്ട്. കറക്റ്റ് ഓപ്ഷൻ എല്ലാവർക്കും ഒരുവിധം അറിയായിരിക്കും. ഓപ്ഷൻ എ ആണ്, 0.7 വോൾട്ട് ആണ്. സിലിക്കണിൻ്റെ ബാരിയർ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 0.7 വോൾട്ട് ആണ്. അതുപോലെ തന്നെ ജർമേനിയത്തിൻ്റെത് 0.3 വോൾട്ട് ആണ്. ഓക്കെ, നമുക്ക് കുറച്ച് ബേസിക്സ് ഒന്ന് നോക്കാം. സെമി കണ്ടക്ടർ പി എൻ ജംഗ്ഷൻ്റെ ഒക്കെ ബേസിക്സ് കുറച്ച് നമുക്കൊന്ന് കവർ ചെയ്യാം. നമ്മൾ പി എൻ ജംഗ്ഷൻ തിയറിയാണ് നോക്കാൻ പോകുന്നത്. പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ മുകളിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇൻ കേസ് മുകളിൽ ലിങ്ക് കൊടുക്കാൻ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ലിങ്ക് കൊടുത്തേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പി എൻ ജംഗ്ഷനെ കുറിച്ച് നോക്കാം. പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെറ്റീരിയലാണ് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എ പി എൻ ജംഗ്ഷൻ is formed when an n-type material is fused together with a p-type material creating a semiconductor diode അല്ലേ. ഇങ്ങനെ വരുമ്പോഴാണ് അതിന് ഡയോഡ് എന്ന് പറയുന്നത്. പി എൻ ജംഗ്ഷൻ ആണ് ഒരു ഡയോഡ് എന്ന് പറയുന്നത് അല്ലേ. സോ ഇതാണ് അതിൻ്റെ ഫിഗർ നോക്കൂ. ഇതൊരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. ഇതൊരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. ഇതിൽ ഓരോ എലമെൻറ്റ്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ ഈ ഒരു ഇടയ്ക്കുള്ള ഒരു ബാരിയർ വിഡ്ത്ത് കണ്ടോ, ഇതാണ് നമ്മുടെ പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ വിഡ്ത്താണ് ഡി എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ളതിന് ഡി എൻ, അതായത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉള്ളിടത്ത് ഡി എൻ എന്ന് പറയും വിഡ്ത്തിനെ. പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉള്ളിടത്ത് ഡി പി എന്ന് പറയും. ഓർത്ത് വയ്ക്കുക, ഡി എൻ എന്ന് പറയുന്നത് വിഡ്ത്ത് ടുവേഴ്സ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. ആൻഡ് ഡി പി എന്ന് പറഞ്ഞാൽ വിഡ്ത്ത്, സെൻട്രലിൽ നിന്ന് വിഡ്ത്ത് ടുവേഴ്സ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഇനി ഡി എൻ പ്ലസ് ഡി പി ആണ് ടോട്ടൽ വിഡ്ത്ത് ഓഫ് ദി ബാരിയർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബാരിയർ വിഡ്ത്ത് എന്ന് പറയും. ഇനി എന്താണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആണ്. ഈ ഏരിയയും പി ടൈപ്പ് ഏരിയയും ന്യൂട്രൽ ആണ്. എന്തുകൊണ്ടാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്? അവിടെ പോസിറ്റീവ് എന്ന് പറയുന്ന നെഗറ്റീവ് അയോൺസ് പ്ലസ് ഇലക്ട്രോൺസും ഹോൾസും ഉണ്ടല്ലോ. ഇലക്ട്രോൺസും ഹോൾസും അല്ല, നെഗറ്റീവ് ചാർജസിനെ ബാലൻസ് ചെയ്യാനുള്ള പോസിറ്റീവ് ഹോൾസും അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ നോക്കുമ്പോൾ അത് ബാലൻസ്ഡ് ആണ്. നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും കൂടെ ബാലൻസ്ഡ് ആയിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രൽ എൻ റീജിയൻ എന്ന് പറയും, ന്യൂട്രൽ പി റീജിയൻ എന്ന് പറയും. പക്ഷേ ഈ ഒരു ബാരിയർ വിഡ്ത്തിൻ്റെ ഉള്ളിൽ വരുന്നത് അയോൺസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജുമാണുള്ളത്. അവിടെ ചാർജസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസും ഉണ്ടാകും. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു ഇ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെഗറ്റീവ് അയോൺസ് ഉള്ളിടത്ത് നെഗറ്റീവ് ടെർമിനലും പോസിറ്റീവ് അയോൺസ് ഉള്ളത് പോസിറ്റീവ് ടെർമിനലും ആണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു വോൾട്ടേജ് നമ്മൾ കണക്ട് ചെയ്യുന്നതല്ല, പക്ഷേ എന്താണ് അവിടെ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ഉള്ളത് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് ആ ഒരു ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും അതിന്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഈ ന്യൂട്രൽ എൻ റീജിയനിലേക്ക് വന്നാൽ, എൻ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? ഡോണർ ഇമ്പ്യൂരിറ്റി, അതായത് പെൻഡാവാലന്റ് എലമെന്റ്സ് ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യും? ഈ പെൻഡാവാലന്റ് എലമെന്റ്സ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ഈ ഒരു സെമി കണ്ടക്ടറിലേക്ക് കൊടുക്കും. ഇപ്പോൾ ഒരു സിലിക്കൺ സെമി കണ്ടക്ടർ ആണെങ്കിൽ സിലിക്കണിൻ്റെ വാലൻസ് ബാൻഡുമായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും ഈ ഒരു പെൻഡാവാലന്റ് എലമെന്റ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അതിന്
5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട് അതിൻ്റെ ഔട്ടർ ഷെല്ലിൽ, പെൻറ്റാവാലന്റ് എന്ന് പറയുന്നതിൽ അല്ലേ. അപ്പോൾ ഒരു ഇലക്ട്രോൺ അവിടെ എക്സസ് ആയിട്ട് വരുന്നു. ആ ഒരു ഇലക്ട്രോണിനെയാണ് ഈ നെഗറ്റീവ് ചാർജ് കൊണ്ട് ഇവിടെ നെഗറ്റീവ് കൊടുത്തേക്കുന്നത്. ഇതാണ് ആ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇത്. ഇനി ഈ ഒരു ഇമ്പ്യൂരിറ്റിയിലെ നമ്മൾ കൊടുക്കുന്ന പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റിനെയാണ് ഈ പോസിറ്റീവ് വരച്ചിട്ട് അതിൻ്റെ സർക്കിൾ ചെയ്തേക്കുന്നത്. എന്തുകൊണ്ടാണ് അതിന് പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നത്? കാരണം ഈ ഒരു ഇലക്ട്രോണിനെ ഈ ഒരു പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി സിലിക്കണിന്റെ സെമി കണ്ടക്ടറിലേക്ക് ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരാൾ ഒരു നെഗറ്റീവ് ചാർജ് വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജാണ് അറ്റാച്ച് ചെയ്യുക. കാരണം എന്താണ്, നമ്മൾ ഇപ്പോൾ ഈ ഒരു എലമെന്റിന്റെ കാര്യം എടുക്കാം. ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് കോമ്പിനേഷൻ കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ ഒരു പെൻറ്റാവാലന്റ് എലമെന്റ് ആണ്. ഈ ഒരു പെൻറ്റാവാലന്റ് ആറ്റം എന്താ ചെയ്യുന്നത്? ഇത് സിലിക്കൺ ആറ്റവുമായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ 4 ഇലക്ട്രോൺസും കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും അല്ലേ. സിലിക്കണിന് 4 ഇലക്ട്രോൺസ് അല്ലേ വാലൻസ് ഷെല്ലിലുള്ളത്. ഈ 4 ഇലക്ട്രോണുമായിട്ട് പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ 4 ഇലക്ട്രോണും കോവാലന്റ് ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞു. കോവാലന്റ് ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് ഒരു ഇലക്ട്രോൺ ആണ് ഈ റെപ്രസെന്റ് ചെയ്തേക്കുന്ന ഈ ഒരു നെഗറ്റീവ് എന്ന് പറയുന്ന ഇതാണ് ആ ഒരു ഇലക്ട്രോൺ. മനസ്സിലായോ? ഇനി ഈ ഇലക്ട്രോണിന് ഈ പെൻറ്റാവാലന്റ് ഇമ്മ്യൂണിറ്റി ഡൊണേറ്റ് ചെയ്യുന്നത് കാരണം ഈ പെൻറ്റാവാലന്റ് ഇമ്മ്യൂണിറ്റിക്ക് ഒരു പോസിറ്റീവ് ചാർജ് അറ്റൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഡോണർ ആണെന്നാ മീനിങ്. ഡോണറിനാണ് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്. ആക്സെപ്റ്റർ ആണെങ്കിൽ നമ്മൾ ഒരു നെഗറ്റീവ് ചാർജിനെ ആക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ അത് നെഗറ്റീവ് ആകും അല്ലേ. അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ആക്സെപ്റ്റ്. അതാണ് ന്യൂട്രൽ പി റീജിയനിലേക്ക് നോക്കൂ. പി ടൈപ്പ് സെമി കണ്ടക്ടർ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഒരു പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ട്രൈവാലന്റ് എലമെന്റിനെ ആഡ് ചെയ്യും. ട്രൈവാലന്റ് എലമെന്റിനെ ആഡ് ചെയ്യുമ്പോൾ അതിന് ഒരു ഹോൾ, അതായത് 3 ഇലക്ട്രോൺസും സിലിക്കണുമായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. പക്ഷെ ഒരു ഹോൾ അവിടെ എക്സസ് ആണ്. ആ ഹോളാണ് ഈ ഒരു പോസിറ്റീവ് ചാർജ്. അപ്പോൾ നമ്മൾ ഈ ഒരു എലമെന്റ് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹോളാണ് ഈ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും? ഈ ഒരു എലമെന്റ് ട്രൈവാലന്റ് എലമെന്റ് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് നെഗറ്റീവ് ചാർജ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് സംഗതി. നമ്മൾ ഈ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിനെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെയും കൂടെ ജോയിൻ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ജോയിൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജോയിൻ ചെയ്യുന്ന ആ ജംഗ്ഷനിലുള്ള പോസിറ്റീവ് ഹോൾസും ഇലക്ട്രോൺസും തമ്മിൽ കമ്പൈൻ ചെയ്ത് ന്യൂട്രൽ ആയി പോകുന്നു. ഹോൾസും ഇലക്ട്രോണും തമ്മിൽ കമ്പൈൻ ചെയ്ത് മാറുന്നു. പക്ഷെ ആ അയോൺസ് അവിടെ റീറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ അവിടെ അയോൺസ് മാത്രമേ ഈ ജംഗ്ഷനിൽ വരുള്ളൂ അല്ലേ. ഈ ഒരു ജംഗ്ഷനിൽ അയോൺസ് മാത്രം വരുന്നത് കൊണ്ട് ഒരു സൈഡിൽ പോസിറ്റീവ് അയോൺസും ഒരു സൈഡിൽ നെഗറ്റീവ് അയോൺസും അങ്ങനെ വരുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതൊരു കപ്പാസിറ്റർ പോലെ ആവുന്നില്ലേ? കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ എക്സിബിറ്റ് ചെയ്യുന്നു. ആ പൊട്ടൻഷ്യലാണ് നമ്മൾ ഇ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ് ഈ പറയുന്നത്. എവിടെയെങ്കിലും ഉപയോഗപ്പെടും കേട്ടോ. dp ഇൻറ്റു എൻ എ ഈസ് ഈക്വൽ ടു dn ഇൻറ്റു എൻ ഡി. dn എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഡിപ്ലീഷൻ വിഡ്ത്ത് ആണ് ടുവേഴ്സ് എൻ റീജിയൻ, ടുവേഴ്സ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലുള്ള ഡിപ്ലീഷൻ വിഡ്ത്ത് ആണ് dn എന്ന് പറയുന്നത്. ആ dn ഇൻറ്റു എന്താണ്? എൻ ഡി, ഡോണർ. dn ഇൻറ്റു dnൽ വരുന്നത് എന്താണ്? എൻ ഡി എന്ന് പറയുന്നത് ഡോണർ അയോൺസ് അല്ലേ, പോസിറ്റീവ് അയോൺസ് അല്ലേ. പോസിറ്റീവ് അയോൺസ് എന്ന് പറഞ്ഞാൽ ഡോണർ അയോൺസിന്റെ കോൺസെൻട്രേഷൻ ആണ് എൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ dn ഇൻറ്റു എൻ ഡി എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു dp ഇൻറ്റു എൻ എ അല്ലേ. എന്തുകൊണ്ടാണ്? ഇവിടെ വരുന്ന അയോൺസിന്റെ അത്രയും തന്നെ അയോൺസ് ഇവിടെ വരും. ഇവിടെ പോസിറ്റീവ് അയോൺസും ഇവിടെ നെഗറ്റീവ് അയോൺസും ആണെന്നേ ഉള്ളൂ. എങ്കിലേ ഒരു ബാലൻസ്ഡ് ന്യൂട്രൽ സ്ട്രക്ചർ നമുക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന അയോൺസിന്റെ അതേ നമ്പർ ആയിരിക്കും ഇവിടെ വരുന്നത്. അതാണ് നമ്മൾ dp ഇൻറ്റു എൻ എ ഈക്വൽ ടു dn ഇൻറ്റു എൻ ഡി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. എത്രമാത്രം വിഡ്ത്ത് ഉണ്ടോ, വിഡ്ത്തിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. എത്രമാത്രം വിഡ്ത്ത് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും ഇവിടുത്തെ അയോണിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ dp ഇൻറ്റു എൻ എ ഈസ് ഈക്വൽ ടു dn ഇൻറ്റു എൻ ഡി ആണ്. അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഈ ഒരു പിക്ചറിൽ പറയുന്നത്
കണ്ടോ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. നമ്മുടെ എൻ റീജിയനിൽ പോസിറ്റീവ് വോൾട്ടാണ് വരുന്നത്, ആൻഡ് പി റീജിയനിൽ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വോൾട്ടാണ് വരുന്നത്. ഇത് തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, അതാണ് നമ്മുടെ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ ഡിഫറെൻറ്റ് ഫിഗേഴ്സ് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. പല രീതിയിലും PSC മിക്കവാറും ചോദിക്കുന്നത് ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക് കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് ചില ആൻസറുകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നും കാണാതെ പഠിച്ച് വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലൊന്നും PSC അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ് ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഞാൻ പറഞ്ഞല്ലോ, മുകളിൽ നമ്മൾ പൊട്ടൻഷ്യൽ ബാരിയർ വരച്ചിട്ട് അതിൻ്റെ മുകളിലെ പൊട്ടൻഷ്യലൊക്കെ മാർക്ക് ചെയ്തില്ലേ, ആ ഒരു പൊട്ടൻഷ്യലാണ് E0 എന്ന് പറഞ്ഞേക്കുന്ന പൊട്ടൻഷ്യൽ. അതിനെയാണ് ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു, അതിൻ്റെ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, VT എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് വോൾട്ടേജ് ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 26 മില്ലി വോൾട്ട് ആണ് അറ്റ് റൂം ടെമ്പറേച്ചർ. ത്രെഷോൾഡ് വോൾട്ടേജ് ഒന്നും ചിലപ്പോൾ തന്നേക്കില്ല, നമ്മൾ അറിഞ്ഞിരിക്കണം. ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 26 മില്ലി വോൾട്ട് ആണ്. അല്ലെങ്കിൽ നമുക്ക് ത്രെഷോൾഡ് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഉണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു VT ഈസ് ഈക്വൽ ടു എന്താണ്, KT/Q എന്നാണ് ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിലേക്കൊന്നും ഇപ്പോൾ നമുക്ക് കടക്കണ്ട, നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ആൻഡ് VT എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് വോൾട്ടേജ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ln നാച്ചുറൽ ലോഗരിതം ആണ് എടുക്കുന്നത്, ln ND/NI². അപ്പോൾ ഓരോ ടേംസും ഇതിൽ അറിയണം, ഇക്വേഷൻ ഫോർമുല എന്തായാലും അറിയണം. E0 ഈക്വൽ ടു അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ഈക്വൽ ടു VT ln NAND/NI². അപ്പോൾ NDയും NA എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ഡോണർ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ആണ്, ആക്സെപ്റ്റർ അയോണിൻ്റെ കോൺസെൻട്രേഷൻ ആണ് NA എന്ന് പറയുന്നത്. ഇനി NI എന്താണ്, NA എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ആണ്. പ്യുവർ സെമി കണ്ടക്ടറിലെ കോൺസെൻട്രേഷൻ, അയോൺസിൻ്റെ ഇലക്ട്രിക് കോൺസെൻട്രേഷനെയാണ് നമ്മൾ NI കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ND/NI² നാച്ചുറൽ ലോഗരിതം എടുത്തിട്ട് VTയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ കിട്ടും. മനസ്സിലായോ? And typically at room temperature, the voltage across the depletion region of silicon, ഇതിനെയാണ് നമ്മൾ എന്താ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സിലിക്കൻ്റെ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 0.6 to 0.7 വോൾട്ട്സ് ആണ്. 0.6 മുതൽ 0.7 വോൾട്ട് വരെയുള്ള പൊട്ടൻഷ്യലിന് മുകളിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു PN ജംഗ്ഷനിലെ ഡയോഡിനെ ഓൺ ആക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? 0.6 മുതൽ 0.7 വരെ ഉള്ളതാണ് ആ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ, ആ പൊട്ടൻഷ്യൽ ആ ഒരു ജംഗ്ഷൻ്റെ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിനേക്കാളും മേലെ നമ്മൾ കൊടുത്താൽ മാത്രമേ ആ ഡയോൺ ഓൺ കണ്ടീഷനിലേക്ക് വരുള്ളൂ. ആൻഡ് ഫോർ ജെർമേനിയം ഈ ഒരു ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 0.3 to 0.35 വോൾട്ട് ആണ്. അപ്പോൾ ജെർമേനിയത്തിന് അത് കുറവാണ്, അതുകൊണ്ട് തന്നെ 0.3 മുതൽ 0.35 വോൾട്ടിന് മുകളിലേക്ക് കൊടുത്താൽ ജെർമേനിയം ഡയോഡ് ഓൺ ആവും. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ നേരത്തെ തന്നെ ആൻസർ പറഞ്ഞതാണ്, 0.7 വോൾട്ട് ആണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയൊക്കെ ബേസിക്സ് നമ്മളിപ്പോൾ കുറച്ച് PN ജംഗ്ഷനിൽ സെമി കണ്ടക്ടർ ബേസിക്സ് പഠിച്ചു, PN ജംഗ്ഷൻ ബേസിക്സ് പഠിച്ചു. ഓക്കെ, so next question is question number 18. AND gate has an output of 1 when option A both inputs are 1, option C both inputs are 0, option B any one of the input is 1 and none of the above. അപ്പോൾ AND gate എന്ന് പറയുമ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഒക്കെ അറിയണം. നമ്മളത് ആദ്യം ബേസിക് ഗേറ്റ്സ് നോക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാം. അപ്പോൾ ഡിജിറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ ലോജിക് ഗേറ്റ്സ് ആണ് അല്ലേ. ലോജിക് ഗേറ്റ്സ് വെച്ചിട്ടാണ് എല്ലാ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ സിസ്റ്റമും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. So digital systems are said to be constructed by using logic gates. ഈ ലോജിക് ഗേറ്റ്സ് എത്ര ടൈപ്പ് ഉണ്ട് അതാണ് നമ്മളിവിടെ പറയുന്നത്. ബേസിക് ആയിട്ട് ആൻഡ്, ഓർ, നോട്ട്, നാൻഡ്, നോർ, XOR ആൻഡ് XNOR. ഓക്കെ, ഇങ്ങനെ 7 ടൈപ്പ് ഓഫ് ബേസിക് ലോജിക് ഗേറ്റ്സ് ആണ് നമുക്കുള്ളത്. നമുക്ക് ഓരോ ഗേറ്റും അതിൻ്റെ ട്രൂത്ത് ടേബിളും ഒന്ന് നോക്കി പോകാം. ഫസ്റ്റ് വൺ ഇസ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ ആൻഡ് ഗേറ്റ് 2 ടെർമിനൽ ആൻഡ് ഗേറ്റ് ആണ്, നമ്മൾ 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണ് പറയുന്നത്. AB എന്ന് പറയുന്നതാണ് ഇൻപുട്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, A.B ആണ് ഔട്ട്പുട്ട്.
എപ്പോഴും നമ്മൾ ഡോട്ട് യൂസ് ചെയ്തിട്ടാണ് ആൻഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ എ ബി ഇൻപുട്ട് ആണെങ്കിൽ എ ഡോട്ട് ബി ആണ് ആൻഡ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാനുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം. ആൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് കണ്ടോ ഡി അല്ലേ, അപ്പോൾ ഡോട്ട് നടുക്ക് ഡോട്ട് വരും. ഡി സ്റ്റാൻഡ്സ് ഫോർ ഡോട്ട്. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ മതി, ഇപ്പോൾ കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ ശരിക്കും ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ പോലെയാണ് വരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അല്ല, എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് ടിപ്സ് പറഞ്ഞു തരികയാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഓർക്കാനുള്ളത്. ഓക്കെ, സോ എ ബി ട്രൂത്ത് ടേബിൾ എന്താ വരുന്നത്? എ ബിക്ക് എന്താ ഡിജിറ്റൽ അല്ലേ, അതുകൊണ്ട് തന്നെ 0 1 രണ്ട് വാല്യൂസ് അല്ലേ ഉള്ളത്, 0യും 1ഉം. അപ്പോൾ ഓരോന്നിനും കോമ്പിനേഷൻസ് കൊടുക്കാം. ഫസ്റ്റ് 0 0, എയും ബിയും 0 ആകുമ്പോഴത്തേക്ക് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 0 0 ഇൻറ്റു 0 0 ആണെന്ന് ഓർത്താൽ മതി. അടുത്ത 0 എ 0യും ബി 1 ആകുമ്പോൾ 0 ഇൻറ്റു 1 എന്താ? 0 തന്നെ അല്ലേ, അപ്പോൾ അത് തന്നെയാണ് ഔട്ട്പുട്ട്. ആൻഡ് എ 1ഉം 0യും ആകുമ്പോൾ വീണ്ടും നമ്മൾ 1 ഇൻറ്റു 0 ചെയ്താൽ എന്താണ്? 0 ആണ് ഔട്ട്പുട്ട്, അപ്പോൾ അത് വന്നു. ആൻഡ് 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1. ഇൻറ്റു അല്ല, ഞാൻ വീണ്ടും പറയുക, ഇൻറ്റു അല്ല ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. 1 ഇൻറ്റു 1 1 ആണ്, ബാക്കി എല്ലാം 0 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ അത് 0 ആയിട്ട് വരും. അപ്പോൾ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ, അതായത് 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ ഔട്ട്പുട്ടിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. രണ്ട് ഇൻപുട്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഒരു ഇൻപുട്ടെങ്കിലും 0 ആണെങ്കിലും ഔട്ട്പുട്ട് 0 ആയിരിക്കും. ആൻഡ് രണ്ട് ഇൻപുട്ടും 1 ആണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാകുള്ളൂ ഫോർ ആൻഡ് ഗേറ്റ്. അതാണ് അതിൻ്റെ ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമേ ആൻഡ് ഗേറ്റിന് ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത ലോജിക് ഗേറ്റ് എന്ന് പറയുമ്പോൾ ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റിനും സെയിം 2 ഇൻപുട്ട് ഓർ ഗേറ്റ് ആണ്. എ ബി ആണ് ഇൻപുട്ട് എങ്കിൽ ഓർ ആണ് വരുന്നത്. ഓർ എന്ന് പറയുമ്പോൾ അഡിഷൻ ആണ്. എ ഓർ ബി സിമ്പിൾ എ പ്ലസ് ബി എന്നാണ്. ഓക്കെ, ഓർ എന്ന് പറയുമ്പോൾ അഡിഷൻ ആണ്. ഓർ അത് ഓർക്കാൻ, അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഓർക്കാൻ എളുപ്പമാണ്. ഓർ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് എ ഓർ ബി ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഓക്കെ, അതാണ് ഓർ കൊണ്ട് വരുന്നത്. അപ്പോൾ എ പ്ലസ് ബി എന്നാണ് അതിൻ്റെ സിമ്പിൾ വരിക. ആൻഡ് അതിൻ്റെ ഈ ഒരു ഗേറ്റിൻ്റെ സിമ്പിളും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ചിലപ്പോൾ ഇതൊക്കെ തന്നിട്ട് ഇത് ഓർ ഗേറ്റ് ആണോ ആൻഡ് ഗേറ്റ് ആണോ എന്നൊക്കെ ചോദിക്കാം. സോ സിമ്പിൾസ് ഒക്കെ ഓർത്ത് വയ്ക്കുന്നതാണ് നല്ലത്. സോ ട്രൂത്ത് ടേബിൾ നോക്കൂ, രണ്ട് ഇൻപുട്ടും 0 ആണെങ്കിൽ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. കണ്ടോ, 0 1ന് 1 ആണ്, 1 0ക്ക് 1 ആണ്, 1 1ന് 1 ആണ്. സിമ്പിളാണ്. ഓക്കെ, ഓർ ഗേറ്റ് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഇസ് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് പറയുന്ന പോലെ തന്നെ ഇൻവേർഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എ നോട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ സിമ്പിൾ കണ്ടോ, എ ബാർ പോലെയാണ്. ആൻഡ് ലോജിക് ഗേറ്റിൻ്റെ സിമ്പിളും ഓർത്ത് വയ്ക്കുക. നോട്ട് എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിളും പുറത്തൊരു സർക്കിളും. ആൻഡ് എ നോട്ട് എന്ന് പറയുമ്പോൾ ഒരു ഇൻപുട്ടേ ഉള്ളൂ. സോ ഒന്നുകിൽ 0 ആണ്, ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതാണ് നോട്ട് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ആൻഡ് ആണ്, ആൻഡ് അല്ലാത്തത്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ കണ്ടു, ആൻഡിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു നോട്ട് വരുന്നതാണ് നാൻഡ് ഗേറ്റ്. അപ്പോൾ ആൻഡ് എന്ന് പറയുന്നത് എന്താണ്? ആൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആൻഡ് ഡി ആണ് അവസാനം വരുന്നത്. അപ്പോൾ എ ഡോട്ട് ബി ഇതാണ് സിമ്പിൾ വരുന്നത് അല്ലേ. ആൻഡ് അല്ലാത്തത്, ആൻഡിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു നോട്ട് ഗേറ്റും കൂടെ വരും. അപ്പോൾ എ ഡോട്ട് ബി ദി ഹോൾ കോംപ്ലിമെൻ്റ് ആണ് എന്ത് നാൻഡ് ഗേറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എ ഡോട്ട് ബി ദി ഹോൾ കോംപ്ലിമെൻ്റ്. അപ്പോൾ എന്താണോ ആൻഡ് ഗേറ്റ് അതിൻ്റെ ഇൻവേർട്ടഡ് ആയിരിക്കും നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. സോ ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമേ അതിന് ഔട്ട്പുട്ട് ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതിന് നേരെ തിരിച്ചായിരിക്കും. രണ്ട് ഇൻപുട്ട് ഹൈ ആണെങ്കിൽ മാത്രം ഇതിന് ഔട്ട്പുട്ട് ഉണ്ടാകില്ല. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. എ ഡോട്ട് ബി ദി ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ 0 0ക്കും 0 1നും 1 0ക്കും ഔട്ട്പുട്ട് 1 ആണ്. ആൻഡ് 1 1ന് ഔട്ട്പുട്ട് 0 ആണ്. നമ്മൾ ഈ ട്രൂത്ത് ടേബിൾ ഒന്നും കാണാതെ പഠിച്ചു വെക്കരുത്. ജസ്റ്റ് കൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ട്രൂത്ത് ടേബിൾ അപ്പം തന്നെ ആലോചിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ,
അടുത്തത് നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഓർ ഗേറ്റിന്റെ കോംപ്ലിമെന്റ്. ഓർ ഗേറ്റിനെ അറിയാം, ഓർ ഗേറ്റിന്റെ പുറത്ത് ഒരു നോട്ട് ഗേറ്റും കൂടെ വരുമ്പോഴാണ് നോർ ഗേറ്റ് വരുന്നത്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു ഇൻപുട്ട് എങ്കിലും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അപ്പോൾ നോർ ഗേറ്റിന് എന്താ വരിക? ഏതെങ്കിലും ഒരു ഇൻപുട്ട് എങ്കിലും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അതായത് രണ്ട് ഇൻപുട്ടും ലോ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഓർ ഗേറ്റിന്റെ ഇക്വേഷൻ എന്താണ്? എ പ്ലസ് ബി. ഇവിടെ എ പ്ലസ് ബി ദി ഹോൾ കോംപ്ലിമെന്റ്. ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് എങ്കിലും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും, അല്ലെങ്കിൽ മാത്രം ഔട്ട്പുട്ട് 1. ഓക്കെ, അടുത്തത് എക്സോർ ഗേറ്റ് ആണ്. എക്സോർ ഗേറ്റ് എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂസീവ്ലി ഓർ എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. എക്സോർ ഗേറ്റിന്റെ സിമ്പൽ നോക്കി, ഒരു ഓർ ഗേറ്റിന്റെ പുറത്തൂടെ കണ്ടോ ഇങ്ങനെ ഒരു കർവ്ഡ് ലൈനും കൂടെ വരും. അപ്പോൾ എ എക്സോറിന്റെ സിമ്പലാണ് ഈ ഒരു പ്ലസ്. കണ്ടോ, പ്ലസിന്റെ ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കുന്നത്, അതാണ് എ എക്സോർ ബിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പൽസ് ഒക്കെ ഓർത്ത് വയ്ക്കുക. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം ഹൈ ആണെങ്കിൽ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം ഹൈ ആണെങ്കിൽ അതിന് ഔട്ട്പുട്ട് ഉണ്ടാവും. അതായത് രണ്ട് ഇൻപുട്ടും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല, രണ്ട് ഇൻപുട്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവും, അങ്ങനെയും പറയാം. ഓക്കെ, രണ്ട് ഇൻപുട്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാകും, രണ്ട് ഇൻപുട്ടും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, സോ ഔട്ട്പുട്ട് കണ്ടോ, 0 1 1 0. ഇതൊന്നും കാണാതെ പഠിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എക്സോറിൻ്റെത് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് 0 1 1 0 എന്നാണ് വരുന്നത്. സോ 0 1 1 0 എന്ന് വെച്ചാൽ ഇതിൻ്റെ എൻ്റെയും ബിൻ്റെയും ഓർഡർ ഓർത്ത് വയ്ക്കുക. 0 0 1 0 1 1 0 1 1 എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് ഡിഫർ ചെയ്താൽ മാത്രമേ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. എക്സോർ, മനസ്സിലായോ? സോ അടുത്തത് എക്സ്നോർ ആണ്. എക്സ്നോർ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സോറിന്റെ നേരെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ എക്സ്ഓറിന്റെ ഔട്ട്പുട്ടിൽ ഒരു നോട്ട് ഗേറ്റും കൂടെ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് എക്സ്നോർ. ഏതെങ്കിലും ഒരെണ്ണം മാത്രം ഓർത്ത് വയ്ക്കുക, എക്സോർ ഓർത്ത് വയ്ക്കുക, എന്നിട്ട് എക്സ്നോർ അതിന്റെ കോംപ്ലിമെന്റ് ആണെന്ന് മാത്രം ഓർത്താൽ മതി. അല്ലാതെ രണ്ടും പഠിച്ച് കൺഫ്യൂഷൻ ആവുന്നതിനേക്കാളും നല്ലത് ഒരെണ്ണം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, അടുത്തത് അതിൻ്റെ നോട്ട് ഗേറ്റ് ആണ്, അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ഇപ്പോൾ എക്സോറിൻ്റെ കേസ് മാത്രം ഓർക്കുകയാണെങ്കിൽ രണ്ട് ഇൻപുട്ടും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണല്ലേ എക്സോറിന്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചേക്കുക, രണ്ട് ഇൻപുട്ടും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ് എക്സോറിന്. അപ്പോൾ എക്സ്നോർ വരുമ്പോൾ അതിൻ്റെ നേരെ കോംപ്ലിമെൻറ്റ്, രണ്ട് ഇൻപുട്ടും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും എക്സ്നോറിന്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ബൈ ഹാർട്ട് ചെയ്യാം. സോ നോക്കൂ, 1 0 0 1 എന്നാണ് എക്സ്നോറിന്റെ ഔട്ട്പുട്ട് വരുന്നത്. അതിന്റെ സിമ്പൽ കണ്ടോ, എ എക്സോർ ബി ദി ഹോൾ കോംപ്ലിമെന്റ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമല്ലേ? ആൻഡ് ഗേറ്റ് ഹാസ് എൻ ഔട്ട്പുട്ട് ഓഫ് 1 വെൻ. എപ്പോഴാണ് ആൻഡ് ഗേറ്റിന് 1 ഔട്ട്പുട്ട് വരുന്നത്? രണ്ട് ഇൻപുട്ടും 1 ആവുമ്പോൾ മാത്രമേ ആൻഡ് ഗേറ്റിന് ഔട്ട്പുട്ട് ഉള്ളൂ അല്ലേ? ഓപ്ഷൻ എ ആണ്. കാരണം എന്താണ്? ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഡോട്ട് ആണെന്ന് ഞാൻ പറഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ പോലെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പം രണ്ട് ഇൻപുട്ടും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഔട്ട്പുട്ട് 0 ആകും. 0 1-ന് 0 ആണ്, 0 0-നും 0 ആണ്, 1 0-ക്കും 0 ആണ്. ഓക്കെ, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ കഴിയുന്നതും ഡൗട്ട്സിനൊക്കെ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാറുണ്ട്. സോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അപ്പോൾ അവർക്കും അത് പ്രയോജനപ്പെടും. സോ താങ്ക് യു ഓൾ.